ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നഗരസഭാ ചെയർമാൻ ശ്രീ ജമാൽ കഴിയുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞാൻ സുധീർ എന്നോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു അഭിമാനകരമായ കാര്യമാണ്. നമ്മളെല്ലാം ഗുരുതുല്യയായി നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായി കാണുന്ന ഒരാളാണ്. ടീച്ചറെല്ലാം ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ ഗുരുവും അധ്യാപികയും എല്ലാമാണ്. ടീച്ചർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചും നിരൂപണങ്ങൾ വായിച്ചും ഒക്കെ വളർന്നു വന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ഇന്ന് ഈ 98-ാം വയസ്സിൽ ഞാൻ സുധീർ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നിർബന്ധിച്ചിട്ട് എഴുതിയതാണ്, സുധീർ നിർബന്ധിച്ചിട്ട് എഴുതിയതാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു തെറ്റാതെ, ഒരു ഓർമ്മയും തെറ്റാതെ ആ കഥാപാത്രങ്ങളെ സംബന്ധിച്ചും ഭാരതത്തിലെ മുഹൂർത്തങ്ങളെ സംബന്ധിച്ചും തൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. നമ്മളെല്ലാം കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം വായിച്ചു വളർന്നു വന്നവരാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ തൻ്റെ കാഴ്ചപ്പാട്. മഹാഭാരതത്തെ എങ്ങനെ കാണുന്നു, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എങ്ങനെ കാണുന്നു, മുഹൂർത്തങ്ങൾ എങ്ങനെ കാണുന്നു, എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാം എന്ന് ടീച്ചറുടേതായ കാഴ്ചപ്പാടാണ്. അത് മഹാഭാരതം അത്രമാത്രം അഗാധമായി അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഭാരതത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ചും മുഹൂർത്തങ്ങളെക്കുറിച്ചും പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ശിവജി സാവന്തിൻ്റെ മൃത്യുഞ്ജയ എന്ന് പറയുന്ന കർണനെ കഥാപാത്രമാക്കിയിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകം. ശിവാജി മറാഠി നോവലിസ്റ്റായ അദ്ദേഹം മരണമടഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകള് ട്രാൻസ്ലേറ്റ് ചെയ്ത യുഗാന്തർ എന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്. പിന്നെ നമ്മുടെ MT രണ്ടാമൂഴ എഴുതി, PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത്, അതെല്ലാം മലയാളി വായിച്ചു വളർന്ന വന്ന പുസ്തകങ്ങളാണ്. അതിൻ്റെ ഇടയിലാണ് ഭാരത പര്യടനം കുട്ടികൃഷ്ണമാരാരുടെ നിരൂപണമായി വന്നത്. ഇപ്പോഴും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് അത്രയേകം രാജശ്രീ എഴുതിയത് അവസാനത്തെ പുസ്തകമാണ്. രാജശ്രീ എഴുതിയ മാതൃഭൂമി പബ്ലിഷ് അവസാനത്തെ പുസ്തകമാണ്. അപ്പോൾ കഥാസാഗരമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. എഴുതിയാലും തീരാത്ത കഥാപാത്രങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ഓരോ കാഴ്ചപ്പാടുകൾ ഉള്ള ഇതാണ്. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും കൂടുതൽ മഹാഭാരതത്തെക്കുറിച്ച് അവഗാഹമുള്ള ഒരു അധ്യാപിക, ഗുരുതുല്യായ ഒരു നിരൂപക എഴുതിയ പുസ്തകം എന്നതായിരിക്കും ഭാരതാലോകം അറിയപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി ടീച്ചർ എഴുതിയ ഈ പുസ്തകം കേരളത്തിന് സമർപ്പിക്കുന്നു.